നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇൻവെൻട്രി കൺട്രോളാണ്. ഇൻവെൻട്രി കൺട്രോളിൻ്റെ തിയറി പാർട്ടാണ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത്. ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ആൻഡ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്തൊക്കെയാണ്, ഇൻവെൻട്രി എന്നുള്ള ഒരു ടേമിൽ ഡിഫൈൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി അതിൻ്റെ നമുക്ക് പ്രോബ്ലം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പം മെയിനായിട്ട് നമുക്കറിയാം, നമ്മൾ ആദ്യമൊക്കെ ഡിഗ്രി ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും EOQ എന്താണെന്നുള്ളത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, റോ മെറ്റീരിയൽസ് നമ്മൾ സപ്ലയർക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഓർഡറിൽ എത്ര ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഓരോ ഓർഡറിൽ 100 യൂണിറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ 100 യൂണിറ്റിനാണ് നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്കലി ഒരു ഓർഡറിൽ എത്ര ക്വാണ്ടിറ്റി വരെ നമുക്ക് ഓർഡർ ചെയ്യാം എന്നുള്ളതാണ് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. ഇതുപോലെ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻവെൻട്രി കൺട്രോൾ, അതായത് നമുക്ക് വേസ്റ്റേജ് മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ടും കോസ്റ്റ് മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ടും എക്കണോമിക്കലി ഒരു ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിൽ നമ്മൾ ഈ ഒരു കൺട്രോളിങ് ടെക്നിക്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നാമത്തത് ഹോൾഡിംഗ് കോസ്റ്റ് ആണ്, ഓർ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയും. ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻവെൻറ്ററി ഹോൾഡ് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ കോസ്റ്റുകൾ വരുന്നുണ്ട്. ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ക്യാരിയിങ് ഓർ ഹോൾഡിംഗ് ദ ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കോസ്റ്റ്, and it varies directly with the size of the inventory as well as the time when the item held in stock. അത് ഒരു ഐറ്റം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എത്ര പീരീഡിലേക്കാണോ ഹോൾഡ് ചെയ്യുന്നത് അത്രയും പീരീഡിലേക്ക് നമ്മളുടെ ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയാണോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അത്രയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ടാകും. സോ ഇറ്റ് ഇസ് വേരി വിത്ത് ദ സൈസ് ഓഫ് ദ ഇൻവെൻട്രി ആൻഡ് ദ ടൈം വെൻ ദ ഐറ്റം ഈസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക്. എത്ര കാലം ഇത് സൂക്ഷിക്കുന്നു, അതുപോലെ എത്ര സൈസ്, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്, ഇതിനനുസരിച്ച് ഹോൾഡിംഗ് കോസ്റ്റിൽ ഡിഫറൻസസ് വരാം. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻവെൻട്രി നമുക്ക് പർച്ചേസ് ചെയ്യാൻ അവിടെ വന്നിട്ടുള്ള അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, ദെൻ അതിന് ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ, ദെൻ ടാക്സ് ആൻഡ് ഇൻഷുറൻസ്, സാൽവേജ് കോസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡിംഗ് കോസ്റ്റിലുള്ളതാണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് ഡയറക്റ്റ് തരുന്നതിന് പകരം ഇതിലത്തെ ചില കോസ്റ്റുകളായിരിക്കും തരിക. ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ്, സാൽവേജ് കോസ്റ്റ്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരാം. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റിൽ ഇത്ര പാർട്ടൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കോസ്റ്റാണ്. അത് എത്ര കാലം നമ്മൾ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി സൂക്ഷിക്കുന്നു അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് സൂക്ഷിക്കുമ്പോൾ കുറച്ച് കോസ്റ്റേ വരുള്ളൂ, അതല്ല നമ്മൾ കൂടുതൽ കാലത്തേക്ക് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും. അതാണ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഓർ ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഓർഡർ കോസ്റ്റ് ആണ്, ഓർ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയാം, അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയാം. മറ്റേത് സ്റ്റോർ ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓർഡർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റാണ്, അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് ഓർ അക്വിസിഷൻ കോസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഫിക്സഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഒബ്റ്റെയിനിങ് ഗുഡ്സ് ത്രൂ പ്ലേസിംഗ് ഓഫ് എൻ ഓർഡർ ഓർ പർച്ചേസിംഗ് ഓർ മാനുഫാക്ചറിങ് ഓർ സെറ്റിംഗ് അപ്പ് എ മെഷീനറി ബിഫോർ സ്റ്റാർട്ടിങ് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇൻവെൻറ്ററീസ് ഇവിടെ എത്തണം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടോ, ഓർ നമ്മൾ ആ ഇൻവെൻറ്ററി മാനുഫാക്ചർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മെഷീനറി സെറ്റപ്പ് റിലേറ്റഡ് ആയിട്ടോ വരാവുന്ന കോസ്റ്റുകളാണ് ഓർഡർ കോസ്റ്റ് എന്ന് പറയുന്നത്, ഓർ അക്വിസിഷൻ കോസ്റ്റ്. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഫോർ പർച്ചേസിങ്, കോസ്റ്റ് ഫോർ റിക്വസിഷനിങ് മെറ്റീരിയൽ, അതായത് മെറ്റീരിയൽ റിക്വസിഷൻ, മെറ്റീരിയൽസിന് ഓർഡർ കൊടുക്കുന്ന കോസ്റ്റ്, കോസ്റ്റ് ഫോർ പ്ലേസിങ് ആൻഡ് ഓർഡർ, ദെൻ കോസ്റ്റ് ഫോർ ഫോളോ അപ്പ്. അതൊക്കെയാണ് സെറ്റപ്പ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. ചില ക്വസ്റ്റ്യനിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് തരും, ചിലതിൽ ഓർഡർ കോസ്റ്റ് എന്നായിരിക്കും തരിക. അതൊക്കെ കണ്ടൻറ് ഒന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. ദെൻ
ട്രാൻസ്പോർട്ട് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ചെക്കിംഗ് സപ്ലൈസ്, കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, കൺസംഷൻ ഓഫ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാഫ് ചാർജസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഓർഡർ കോസ്റ്റ്. അപ്പോൾ ആ ഒരു ഓർഡർ കോസ്റ്റ് എന്താണ്, ഓർഡർ കോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളത് ഒരു 2-3 തവണ വായിച്ച് നോക്കുക, ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റുകളാണ്. ഓക്കെ, ദെൻ അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത ഒരു ടേം അതിൽ പഠിക്കാനുള്ളത് എന്താണ് EOQ എന്നുള്ളതാണ്. ഈ ഒരു EOQൻ്റെ ബേസിസിലാണ് നമ്മൾ സാധാരണ ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, EOQ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഈ ഒരു പോർഷൻസ് ഇതിൽ പഠിച്ചു വെച്ചാൽ മതി. ദ റൈറ്റ് ക്വാണ്ടിറ്റി ടു ഓർഡർ ഈസ് ദാറ്റ് വിച്ച് ബാലൻസസ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് എഗെയിൻസ്റ്റ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു ദ സൈസ് ഓഫ് ദ ഓർഡർ പ്ലേസ്ഡ്. അപ്പോൾ നമ്മൾ 2 തരം കോസ്റ്റുകൾ ഇവിടെ പറഞ്ഞു. ഓർഡർ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓർഡർ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയുള്ളതായിരിക്കണം, ഈസ് ദാറ്റ് വിച്ച് ബാലൻസസ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് എഗെയിൻസ്റ്റ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു ദ സൈസ് ഓഫ് ദ ഓർഡർ. നമ്പർ ഓഫ് ഓർഡേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഓഫ് ഓർഡേഴ്സും ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്ന, ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഫൈനൽ ഈ ഒരു ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഓർഡേഴ്സും ഉണ്ട്, സൈസ് ഓഫ് ഓർഡർ ഉണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കാം. നമ്മളുടെ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് നമുക്ക് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 100 യൂണിറ്റ് ഒരു മെറ്റീരിയൽ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 100 യൂണിറ്റിനുള്ള ഓർഡറാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. ഇനി ആ 100 യൂണിറ്റിനുള്ള ഓർഡർ നമുക്ക് 3 തരത്തിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഒറ്റ ഓർഡർ പ്ലേസ് ചെയ്യാം വിത്ത് 100 യൂണിറ്റ്, 100 യൂണിറ്റിൻ്റെ ഒറ്റ ഓർഡറായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 50 യൂണിറ്റ് വരുന്ന 2 ഓർഡേഴ്സായിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ 25 യൂണിറ്റുകളുടെ 4 ഓർഡേഴ്സായിട്ട് വേണമെന്നുണ്ടെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ആദ്യത്തെ 100 യൂണിറ്റിൻ്റെ ഒറ്റ ഓർഡർ നമ്മൾ മന്ത്ലി ഒരു ദിവസം നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ 50 യൂണിറ്റിൻ്റെത് നമ്മൾ ഒരു മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ആൻഡ് എൻഡിലും ആയിട്ട് 2 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ 25 യൂണിറ്റിൻ്റെ 4 ഓർഡേഴ്സായിട്ട് നമുക്ക് ആ ഒരു മന്തിൽ 4 വീക്സിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഡേറ്റ്സിൽ ഓർഡേഴ്സ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഇതിൽ 100 യൂണിറ്റ്സിൻ്റെ 1 ഓർഡർ, അവിടെ നമ്പർ ഓഫ് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. നമ്പർ ഓഫ് ഓർഡർ 1 ആണ്, ഒരു ഓർഡറേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദ സൈസ് ഓഫ് ദ ഓർഡർ 100 യൂണിറ്റ് ആണ്. ആ ഒരു ഒറ്റ ഓർഡറിൽ നമ്മൾ 100 സൈസാണ് അവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കേസിൽ 2 ഓർഡേഴ്സ് ഓഫ് 50 യൂണിറ്റ്, അവിടെ നമ്പർ ഓഫ് ഓർഡേഴ്സ് 2 ആണ് ആൻഡ് സൈസ് ഓഫ് ദ ഓർഡർ, അതായത് ഒരു ഓർഡറിൽ 50 യൂണിറ്റ് വീതം വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെ 100 യൂണിറ്റ്. അപ്പോൾ അവിടെ സൈസ് എന്ന് പറയുന്നത് 50 യൂണിറ്റ്, നമ്പർ 2 ആണ്. തേർഡ് കേസിൽ 4 ഓർഡേഴ്സ് ഓഫ് 25 യൂണിറ്റ്, അവിടെ നമ്പർ ഓഫ് ഓർഡേഴ്സ് 4 ഉണ്ട്, 4 ഓർഡർ കൊടുക്കുന്നുണ്ട് ആൻഡ് സൈസ് ഓഫ് യൂണിറ്റ് 25 ആണ്. അപ്പോൾ ഇതിന് എന്ത് ഡിഫറൻസ് ഉണ്ട്, നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മളൊരു ഇയറിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് എക്സാമ്പിളാണ്, ഇയർലിയാണ് നമ്മൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ അതിൻ്റെ സൈസ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിൽ എത്ര നമ്മൾ ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യുന്നുണ്ട്, ഓർഡർ കൊടുക്കുന്നുണ്ട്, അത് സൈസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോസ്റ്റ് ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ ക്വാണ്ടിറ്റി ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതിനാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഓർ എക്കണോമിക് ലോട്ട് സൈസ് എന്ന് പറയുന്നത്. Okay, when these costs are balanced properly, the total cost is minimized and the resulting order quantity is called economic order quantity. Okay, അപ്പോൾ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ഓർഡർ ഡിസൈഡ് ചെയ്യാം എന്നുള്ളതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. 3 ടേം ഒന്ന് പഠിക്കുക. ഇനി നമുക്കിതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ ഇൻവെൻറ്ററി കൺട്രോളിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ് ആണ്. അല്ലെങ്കിൽ ഇക്വേഷൻസ് അത്രയും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഇക്വേഷൻസ് ഒന്നുമല്ല, ജസ്റ്റ് ഈ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്നാമത് അതിൽ പറഞ്ഞിട്ടുള്ളത് ക്യൂ ഡിനോട്ട് സ്റ്റാൻഡ്സ് ഫോർ ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഓർഡറിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്ലേസ് ചെയ്യണം, അതിന് ഓർഡർ ക്വാണ്ടിറ്റീനെയാണ് ക്യൂ എന്ന് പറയുന്നത്.
അത് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യൂ സ്റ്റാർ എന്നവിടെ കാണിച്ചിരിക്കുന്നത്. ഒറ്റത് പഠിച്ചാൽ മതി. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ക്വാണ്ടിറ്റിനെയാണ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഡി സ്റ്റാൻഡ്സ് ഫോർ ആനുവൽ ഡിമാൻഡ്. ഒരു ഇയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 100 യൂണിറ്റ് ആണ് നമുക്ക് റിക്വയർമെൻറ്റ് എന്നുണ്ടെങ്കിൽ ആനുവൽ ഡിമാൻഡാണ് പറയുന്നത്. ഒരു ഇയറിൽ എത്ര ഡിമാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ടോ അതാണ് ഡി. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും, ആനുവൽ ഡിമാൻഡ്. ദെൻ സി സ്റ്റാൻഡ്സ് ഫോർ കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഐറ്റം. ഒരു യൂണിറ്റ് ഓഫ് ഐറ്റം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിനെയാണ് സി എന്ന് പറയുന്നത്. ആൻഡ് C0 അല്ലെങ്കിൽ CO എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റാൻഡ്സ് ഫോർ ഓർഡറിങ് കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റിൽ നമുക്കറിയാം സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയാം. ഓർഡർ കോസ്റ്റിനാണ് CO എന്ന് പറയുന്നത്. മറ്റേത് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഐറ്റം, ടോട്ടൽ അതിൻ്റെ കോസ്റ്റിനെയാണ് C എന്ന് പറയുന്നത്. CO എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡറിങ് കോസ്റ്റിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതാണ്. ദെൻ I stands for inventory carrying charge as percentage of price per year. ഓക്കെ, അതൊരു പെർസെൻറ്റേജ് ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് നമുക്ക് തരിക. അടുത്ത ഒരു ഇതും കൂടി നോക്കുക. 7th one stands for holding cost per item per year. ഈ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തരണമെന്നില്ല. ഹോൾഡിംഗ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ എത്ര സൈസ് ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഓർഡർ പ്ലേസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഓർഡറിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആസ് എ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. അതായത് ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് തരും. കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഐറ്റം C ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ആൻഡ് അതുപോലെ തന്നെ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നും തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ C എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് 10 റുപ്പിയാണ്. ആൻഡ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് I എന്ന് പറയുന്നത് 10% ആണെന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ C ഇൻറ്റു I ആണ്. അതായത് 10ൻ്റെ 10%, ഒരു രൂപ. ഓക്കെ, അപ്പോൾ ഈ ഹോൾഡിംഗ് കോസ്റ്റ് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിരിക്കില്ല മിക്കവാറും തരുന്നത്. അതെങ്ങനെ കാണേണ്ടത്? കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ്, ഒരു സാധനത്തിൻ്റെ പ്രൈസ് എത്രയാണോ, കോസ്റ്റ് എത്രയാണോ അത് ഇൻറ്റു ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും I ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ടോട്ടൽ കോസ്റ്റിൻ്റെ മുകളിൽ I മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പെർസെൻറ്റേജ് കാണുകയാണ് CH കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി TIC ആണ്. TIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് ആണ്, ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ TIC ആണെന്നുണ്ടെങ്കിൽ ഇൻവെൻറ്ററി കോസ്റ്റ് തന്നെയാണ്. ആ സ്റ്റാർ ഇട്ട് കാണിച്ചിരിക്കുന്നത് അത് EOQൻ്റെ ഇൻവെൻറ്ററി കോസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ സ്റ്റാർ ഇട്ട് കാണിക്കുന്നതാണ്. സംഭവം ഒന്ന് തന്നെയാണ്. ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് ആണ് TIC. ദെൻ C ഇൻറ്റു D ഉണ്ട്. C ഇൻറ്റു D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആനുവൽ പർച്ചേസ് കോസ്റ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ C തന്നിട്ടുണ്ടാവുമല്ലോ, കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഐറ്റം എത്രയാണ്, അത് ഇൻറ്റു കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഐറ്റമാണ് പറഞ്ഞത്. 10 രൂപയാണ് പെർ പ്രൈസ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് എത്രയായിരിക്കും? അതിൻ്റെ ഡിമാൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് 10 രൂപയാണ്. അങ്ങനത്തെ 100 ഐറ്റമാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 10 × 100 1000 ആയിരിക്കും ടോട്ടൽ അതിൻ്റെ ആനുവൽ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഡിമാൻഡ് ഇൻറ്റു പെർ യൂണിറ്റ് പ്രൈസ്. ഓക്കെ, 100 യൂണിറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു യൂണിറ്റിന് 10 രൂപയാണെന്ന് പറയുമ്പോൾ ടോട്ടൽ അത് പർച്ചേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് 1000 ആയിരിക്കും. അതാണ് C ഇൻറ്റു D. ടോട്ടൽ പർച്ചേസ് കോസ്റ്റും നമ്മൾ കാണണം, ആനുവൽ പർച്ചേസ് കോസ്റ്റും കാണണം. ഓക്കെ, ഇനി ഈ ആനുവൽ പർച്ചേസ് കോസ്റ്റും ആനുവൽ ഇൻവെൻട്രി കോസ്റ്റും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ആനുവൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ആനുവൽ കോസ്റ്റ് കാണണമെങ്കിൽ ആദ്യം ഈ TICയും കാണണം, ദെൻ C ഇൻറ്റു Dയും കാണണം. C ഇൻറ്റു D എന്ന് പറഞ്ഞാൽ ആനുവൽ പർച്ചേസ് കോസ്റ്റ്. ആനുവൽ പർച്ചേസ് കോസ്റ്റും ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റും അത് രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് ഒരു ഇയർത്തെ ആനുവൽ കോസ്റ്റ്, ടോട്ടൽ ആനുവൽ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. പിന്നെ ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് T കാണുക എന്നുള്ളതാണ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 ഓർഡേഴ്സ്. അതായത് 2 ഓർഡർ പ്ലേസ് ചെയ്യുമ്പം
എത്ര ഗ്യാപ്പ് നമ്മൾ ഇടണം എന്ന്. അതായത് ഒരു മാസത്തെ ഗ്യാപ്പിന്, അതായത് ഒരു മാസം ഓർഡർ കൊടുത്തു, ഇനി അടുത്ത ഓർഡർ കൊടുക്കേണ്ടത് അടുത്ത മാസമാണോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണോ, ആ ഒരു ടൈം ഇൻ്റർവെല്ലാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം എപ്പോഴൊക്കെയാണ് നമ്മൾ ഓർഡർ കൊടുക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു 2 orders of 50 unit എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഓർഡർ നമ്മൾ എപ്പോഴൊക്കെ പ്ലേസ് ചെയ്യണം? ഒന്ന് ഒരു മാസത്തിലും അടുത്തത് അടുത്ത മാസത്തിലും പ്ലേസ് ചെയ്യണോ, അല്ലെങ്കിൽ ഒന്ന് ഒരു മാസത്തിലും ആ മാസത്തിൻ്റെ എൻഡിൽ തന്നെ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യണോ? അതാണ് ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഈ ടൈം ഇൻ്റർവെൽ കാണണമെങ്കിലുള്ള ഇക്വേഷൻ എന്താണ്? Q ഡിവൈഡഡ് ബൈ ഡി. Q ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്താ? Q സ്റ്റാൻഡ്സ് ഫോർ ഓർഡറിങ് ക്വാണ്ടിറ്റി. എത്ര ഓർഡേഴ്സ് നമ്മൾ ഒരു ഇയറിൽ കൊടുക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി എത്രയാണ്, ഒരു ഓർഡറിലെ ക്വാണ്ടിറ്റി എത്രയാണ്, ഡിവൈഡഡ് ബൈ ഡി. ഡി സ്റ്റാൻഡ്സ് ഫോർ ടൈം ഇൻ്റർവെൽ. ഡി എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡ്. ഓക്കെ, ഈ Q നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തരണമെന്നില്ല, അത് നമുക്ക് കാണാനുള്ള ഇക്വേഷൻസ് പഠിക്കാം. ഇപ്പോൾ ഇത് എന്ത് പഠിക്കുക? ടൈം ഇൻ്റർവെൽ കാണാനുള്ള ഇക്വേഷൻ Q ഡിവൈഡഡ് ബൈ ഡി. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറിങ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഡി ഡിമാൻഡ്. ഓക്കെ, ഇനി ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ കിട്ടുക. നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇയറിൽ ഒരു ഓർഡർ കൊടുക്കണോ, 2 ഓർഡർ കൊടുക്കണോ, 4 ഓർഡർ കൊടുക്കണോ, അങ്ങനെ എത്ര ഓർഡർ നമ്മൾ ഒരു ഇയറിൽ പ്ലേസ് ചെയ്യണം, നമ്പർ ഓഫ് ഓർഡേഴ്സ്. അത് കാണണമെങ്കിൽ എന്താണ്? ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് തല തിരിച്ചിട്ടാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടും. ദെൻ നമ്മൾ നേരത്തെ ഓർഡറിങ് കോസ്റ്റ് CO കാണാനുള്ളത് പറഞ്ഞു. ഓർഡറിങ് കോസ്റ്റ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടാകും. ടോട്ടൽ ആനുവൽ ഓർഡർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നേരത്തെ കണ്ട നമ്പർ ഓഫ് ഓർഡേഴ്സിനെ കൊണ്ട് ഓർഡറിങ് കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് കിട്ടും. അതായത് നമുക്ക് ഓർഡർ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ 10 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഇയറിൽ നമ്മൾ 10 ഓർഡറാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഓർഡറിങ് കോസ്റ്റ് എത്രയായിരിക്കും? 10 × 10, നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു ഒരു ഓർഡറിൻ്റെ കോസ്റ്റ്. 10 × 10 100 ആയിരിക്കും. അതാണ് ടോട്ടൽ ആനുവൽ ഓർഡറിങ് കോസ്റ്റ്. ടോട്ടൽ ആനുവൽ ഓർഡറിങ് കോസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഓർഡേഴ്സിനെ, അതായത് ഈ തൊട്ട് മുന്നേ കണ്ട നമ്പർ ഓഫ് ഓർഡേഴ്സിനെ നമ്മൾ CO ഓർഡറിങ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ടോട്ടൽ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കോസ്റ്റ് കാണാനുള്ളത് നമ്മൾ പറഞ്ഞു. CH എന്ന് പറയുന്നത് C × I ആണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ കിട്ടിയത് ഒരു പെർ ഐറ്റത്തിൻ്റെയാണ് പറയുന്നത് CH. അതിനെ ആവറേജ് ഇൻവെൻട്രി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് കിട്ടുന്നത്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റി Q ആണെങ്കിൽ ആവറേജ് ആണെങ്കിൽ Q/2, അതിന് ഹാഫാണ് കാണുക. അപ്പോൾ അതുപോലെ അതിൻ്റെ ഹാഫ് ഓഫ് Q എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റീൻ്റെ ഓർഡറിങ് ക്വാണ്ടിറ്റീൻ്റെ ഹാഫിനെ CH കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ TIC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കിട്ടാനുള്ള വഴിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആനുവൽ ഓർഡറിങ് കോസ്റ്റും ടോട്ടൽ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യണം. ഇനി അത് രണ്ടും കിട്ടാനുള്ളതിന് വഴികളാണ് തൊട്ട് മുന്നിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ലാസ്റ്റ് കിട്ടിയ TICയും പിന്നെ ആനുവൽ പർച്ചേസ് കോസ്റ്റും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ആനുവൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ആനുവൽ കോസ്റ്റ് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ആനുവൽ പർച്ചേസ് കോസ്റ്റും കാണണം, ആനുവൽ ഇൻവെൻട്രി കോസ്റ്റും കാണണം. ടോട്ടൽ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഓർഡറിങ് കോസ്റ്റും അറിയണം, ഹോൾഡിംഗ് കോസ്റ്റും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിൽ കൂടുതലും മനസ്സിലാവും. ഈ ഇക്വേഷൻസ് ഒന്ന് 2-3 തവണ നല്ല തറവായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലത്തിലേക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക.